സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ ഹോസ്പിറ്റലിലേക്കാണോ? ഹോസ്പിറ്റലിൽ തന്നെ ഒന്ന് കയറി സാർ. ഞാൻ വേണ്ട, പക്ഷെ ഞാൻ നടക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലേ. എത്ര ദൂരമല്ലേ ഉള്ളൂ സാർ? ഒരു എത്ര ദൂരമാണെങ്കിലും അതിനും ബെനിഫിറ്റ് ഉണ്ട്, അറിയോ? ഒരു മിനിറ്റ് നടക്കുന്നതിന് ഒരു മിനിറ്റ് ഞങ്ങൾക്ക് അറിയോ? ഒരു മിനിറ്റ് നടക്കുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ഒരു മിനിറ്റിനോ? പിന്നല്ലാതെ സാർ. അപ്പൊ 5 മിനിറ്റ് നടക്കണേന് 5 മിനിറ്റ് നടക്കുകയാണെങ്കിൽ മൂഡ് ബെറ്റർ ആവും. അതെയോ? പിന്നല്ലാതെ എത്ര ബെനിഫിറ്റ്? 10 മിനിറ്റ് 10 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കോർട്ടിസോൾ ഹോർമോൺ ഉണ്ട്. ഈ സ്റ്റിറോയിഡ് ഹോർമോണാ. ഈ കോർട്ടിസോൾ നമുക്ക് ബ്ലഡിൽ കൂടുമ്പോഴാണ് നമുക്ക് ഈ ഇൻസുലിന്റെ പ്രവർത്തനം കുറയും. നമ്മുടെ ഈ പറഞ്ഞ ടൈപ്പ് 2 പ്രമേഹം ഇതുപോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ കോർട്ടിസോൾ കുറയും. ശരി. പിന്നല്ലാതെ സാർ. അപ്പൊ ഈ 30 മിനിറ്റ് നടന്നാലോ? 15 മിനിറ്റ് നടക്കുകയാണെങ്കിൽ തന്നെ ബ്ലഡിലെ ഷുഗർ കുറയും, അറിയോ? ശരി. അപ്പൊ അത് സ്റ്റഡീസ് തന്നെ ഉള്ളതാണ്. പോസ്റ്റ് പ്രാൻഡിയൽ വാക്കിംഗ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊക്കെ നല്ല വയറടിച്ചിട്ട് ഉറങ്ങാനാണ് തോന്നാറുള്ളത്. പക്ഷെ 15 മിനിറ്റ് ഭക്ഷണം കഴിച്ചിട്ട് 15 മിനിറ്റ് നടക്കുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ കുറയും. 30 മിനിറ്റ് ചോദിച്ചല്ലോ. 30 മിനിറ്റ് നടക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഫാറ്റ് ബേണിംഗ് തുടങ്ങുന്നത് ശരീരത്തില്. അല്ലാണ്ട് 10 മിനിറ്റ് നടന്നിട്ട് വെയിറ്റ് കുറയില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ, അത് നടക്കൂല. അതൊന്നും പറ്റൂല. 30 മിനിറ്റ് നടക്കുകയാണെങ്കിൽ ഫാറ്റ് ബേണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് 10-15 കിലോ കുറയ്ക്കാനല്ല, പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കും. അതെ അല്ലേ? 45 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിലെ കാലഘട്ടത്തില്. അതെ, അപ്പൊ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ സഹായിക്കും. 1 മണിക്കൂർ വിടാതെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്. ഈ ഡോപ്പമിൻ ആണ് നമുക്ക് സന്തോഷം തരുന്ന ഒരു ഹോർമോൺ, പ്ലഷർ ഹോർമോൺ എന്ന് പറയുന്നത്. 1 മണിക്കൂർ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത് ഡോപ്പമിനെ കൂട്ടാൻ സഹായിക്കും. അറിയോ? അതാണ് ഈ നമ്മുടെ ഈ മാരത്തോൺ റണ്ണേഴ്സ് ഒക്കെ കണ്ടില്ലേ, അവർക്ക് അതൊക്കെ ഒരു ഹരമാണ്. മനസ്സിലായില്ല? 4-5 മണിക്കൂർ കൂടി ഡോപ്പമിനൊക്കെ ഹൈ ലെവൽ ആവുന്നതാണ്. പക്ഷെ കുറെ പേർക്ക് സാധാരണ എന്താ വെച്ചാൽ ഐസ്ക്രീം കഴിക്കുമ്പോഴാണ് ഡോപ്പമിൻ കൂടുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെയാണ് അടിപൊളിയായിട്ടുള്ള ബെനിഫിറ്റ്സ്. ഞാനിപ്പോ ഈ വണ്ടി എടുത്തതിന് ശേഷം സാർ 1 മിനിറ്റ് പോലും നടക്കാനില്ല, ഇതിൽ തന്നെയാണ് ഫുൾ. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോയിട്ട് ഈ ത്രെഡ്മില്ല് നടക്കുന്നുണ്ടല്ലോ, അതും നമ്മൾ റോഡിൽ കൂടെ നടക്കുന്നില്ല. പ്രശ്നമൊന്നുമില്ല, നടത്തമില്ല, ഒരേ നടത്തം തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പൊ നമുക്ക് റോഡിൽ കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള എയർ ബ്രീത് ചെയ്ത് നടക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ പട്ടീനെ പേടിക്കണം, അതും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ശല്യമൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ട്രെഡ്മില്ലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും ബെനിഫിറ്റ് തന്നെ. ഓക്കെ ശരി സാർ. ഞാനും ഉണ്ട്. ഇനി മുതൽ ബൈക്ക് വേണ്ട.